Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammadin ala ali Muhammad. നമുക്കിനി സൂറത്ത് അംഫാലിലെ 72ാമത്തെ സൂക്തത്തിൻ്റെ അവസാന ഭാഗമാണ് പറയാനുള്ളത്. ആദ്യം നമ്മൾ സൂക്തം മുഴുവനൊന്ന് ഓതും, എന്നിട്ട് ഞാൻ മുഴുവനൊന്ന് അർത്ഥം പറയും, എന്നിട്ട് അവസാന ഭാഗം മാത്രം ഇൻഷാ അല്ലാഹ് ചെറിയ വിധത്തിലൊന്ന് വിശദീകരിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وهاجروا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വഹാജറു, സ്വദേശം വെടിയുകയും ചെയ്തവർ, വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, തങ്ങളുടെ മുതലുകൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതുകയും ചെയ്തവർ, വല്ലദീന ആവൗ, അഭയം നൽകിയവരും, വനസറു, സഹായം നൽകിയവരും അല്ലെങ്കിൽ സഹായിച്ചവരും, ഉലൈക ബഅലുഹും ഔലിയാഉ ബഅൽ, അവർ പരസ്പരം സംരക്ഷകരാകുന്നു, ഉത്തരവാദിത്തമുള്ളവരാകുന്നു അല്ലെങ്കിൽ രക്ഷാകർതൃത്വമുള്ളവരാകുന്നു പരസ്പരം. ഔലിയാഉ ബഅലുഹും, ഉലൈക ബഅലുഹും ഔലിയാഉ ബഅൽ, വലിയ അതിൻ്റെ ബഹുവചനമാണ് ഔലിയ. വിശ്വാസികളുടെ സ്വഭാവമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഹിജ്റ പോയവർ മുഹാജിറുകൾ, പിന്നെ മദീനയിലുള്ളവർ അൻസാറുകൾ, അവർ പരസ്പരം മിത്രങ്ങളാണ്. ഔലിയാവിന് മിത്രം എന്ന് അർത്ഥമുണ്ടല്ലോ, അവർ മിത്രങ്ങളാണ്, അവർ പരസ്പരം സംരക്ഷിക്കേണ്ടവരാണ് എന്നൊക്കെയാണ് അതിൻ്റെ സൂചന. വല്ലദീന ആമനു വലം യുഹാജിറു, പിന്നെ വിശ്വസിക്കുകയും ഹിജ്റ പോകാതിരിക്കുകയും ചെയ്തവർ, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ വലായതിഹിം, അവരുടെ സംരക്ഷണത്തിൽ നിന്ന്, മിൻ ഷൈഇൻ, ഒന്നും, ഹത്താ യുഹാജിറു, ഹിജ്റ പോകുന്നതുവരെ. അപ്പോൾ മദീനയിലുള്ള വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ തന്നെ തങ്ങിയിട്ടുള്ള ഹിജ്റ പോകാൻ താല്പര്യങ്ങൾ അനുവദിക്കാത്ത വിശ്വാസികൾ തന്നെയാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ മുതലും ശരീരവും ജീവനും ഒന്നും അമിതമായി പീഡിപ്പിക്കപ്പെടുന്നതിന് താല്പര്യമില്ല. കുടുങ്ങിയിട്ട് പോകാതൊക്കെയല്ല, വേണമെങ്കിൽ പോകാം. അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് രക്ഷാകർതൃത്വം ഇല്ല, അവരുടെ സംരക്ഷണം നിങ്ങളുടെ ബാധ്യതയല്ല. അതാണ് വലം യുഹാജിർ, വല്ലദീന ആമനു വലം യുഹാജിറു മാലക്കും മിൻ വലായത്തിഹിം, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ വലായത്തിഹിം, അവരുടെ സംരക്ഷണത്തിൽ നിന്ന്, മിൻ ഷൈഇൻ, ഒന്നും, ഹത്താ യുഹാജിറു, അവർ ഹിജ്റ പോകുന്നത് വരെ. അപ്പോൾ ഇസ്ലാമിക സമൂഹം വിളിച്ചിട്ട്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട്, അപ്പോൾ അദ്ദേഹം ഒരു രാജ്യനായകനായി ഇങ്ങനെ രൂപപ്പെട്ട് വരികയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ അണിചേർന്ന് ഇസ്ലാമിന് വേണ്ടി പൊരുതുകയും, ഒരു പരസ്പരം, മദീനയിലുള്ള അൻസാറുകളുടെ ത്യാഗം നമുക്കറിയാം. വീട് പകുത്തു നൽകിയിരിക്കുകയാണ്, സ്വത്ത് പകുത്തു നൽകിയിരിക്കുകയാണ്, വരുമാനത്തിൽ നിന്ന് പകുതി നൽകിയിരിക്കുകയാണ്, ഒരുപാട് ത്യാഗം സഹിച്ചിരിക്കുകയാണ് മദീനയിലെ അൻസാറുകൾ. മക്കക്കാർ മോശമൊന്നുമല്ല. മക്കയിൽ നിന്ന് പോയിരിക്കുന്ന മുഹാജിറുകൾ സ്വന്തം ശരീരം മാത്രമായിട്ടാണ് പോയിരിക്കുന്നത്. സുഹൈറു റൂമി
റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം പോകുമ്പോൾ ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തുണ്ടായിരുന്നു കുറച്ച്. ബാക്കി അദ്ദേഹം വീട്ടിൽ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്, സ്വർണ്ണ നാണയം വെള്ളി നാണയമൊക്കെ. പോകുമ്പോൾ ഖുറൈശികൾ തടഞ്ഞു നിർത്തി. നീ ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ബാക്കിയൊക്കെ മക്കത്തുനിന്ന് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ഈ വന്ന മാതിരി പോകണം, സമ്പത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കയ്യിലുള്ളത് അവർ പിടിച്ചു പറിച്ചു. എന്നിട്ട് സമ്പത്ത്, സ്വർണ്ണ നാണയം വെള്ളി നാണയമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അന്വേഷിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുതൽ തന്നാൽ മതിയോ, എന്നെ നിങ്ങൾ വിടുമോ, എൻ്റെ മുതലൊന്ന് എന്നെ വിടുമോ? അതപ്പോൾ വലിയ വിഷയം, മുതൽ നിങ്ങൾ എടുത്തോളി, ഞാൻ എൻ്റെ റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് പോവുക, ഞാൻ എൻ്റെ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് പോവുക. സുബ്ഹാനല്ലാഹ്, ആ മനസ്സൊന്ന് നോക്കാണ്. മുതൽ വലിയ വിഷയമല്ല, അത് പിന്നെയും ഉണ്ടായിക്കോളും, നിങ്ങൾ എടുത്തോളി. മുതൽ വിട്ടുകൊടുത്തു അദ്ദേഹം. മുതൽ വിട്ടുകൊടുത്തിട്ട് ആദർശ സംരക്ഷണത്തിന് നാട് വിടുകയാണ്. അപ്പോൾ മുഹാജിറുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഭാര്യയെ പിടിച്ചു വെച്ചു, മക്കളെ പിടിച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെ ചിലവരെ പോകാൻ സാധ്യതയുള്ള ചില ആൾക്കാരെ വീട്ടിൽ ചങ്ങലക്കിട്ട് കെട്ടിയിട്ടു. അതൊന്നും അല്ലാതെ സൗകര്യമായിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് വല്ലദീന ആമനു വലം യുഹാജിറു മാലക്കും മിൻ വലായത്തിഹിം മിൻ ഷൈ, അവരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയൊന്നും നിങ്ങൾക്കില്ല, അവരുടെ സംരക്ഷണ ഉത്തരവാദിത്തമില്ല. ഹത്താ യുഹാജിറു, അവർ ഹിജ്റ പോകുന്നത് വരെ. നമ്മൾ പറഞ്ഞല്ലോ അത് ഇന്നലെ. ഇസ്ലാമിക രാജ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ അതിൻ്റെ വിദേശ നയത്തിലുള്ള ഒരു ഭാഗമാണ് ഇതൊക്കെ. നമ്മൾ കേവലമായൊരു പാരായണം, നമ്മൾ കേവലമായൊരു അർത്ഥം മനസ്സിലാക്കി, ഇതാണ് അതിൻ്റെ ഒരു വിഷയം. അതാണ് അവിടെ ഊന്നിയിട്ടുള്ളത്. ഈ സൂക്തം സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു യുദ്ധാനന്തരം എന്തൊക്കെയാണ് സംഭവിക്കുക, ഈ യുദ്ധത്തിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ നമ്മൾ വിലയിരുത്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ പൊതുബാധ്യതയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ചിലപ്പോൾ ഇനിസ്തൻസ്വറൂക്കും, അവർ നിങ്ങളോട് സഹായം തേടി ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ അവർക്ക് ദീനിയായി ജീവിക്കാനുള്ള അവസ്ഥ ഇവിടെ ഇല്ല, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, ഞങ്ങളിവിടെ ഒരുപാട് പ്രയാസപ്പെടുകയാണ്, അങ്ങനെയുണ്ടെങ്കിൽ ഫഅലൈക്കുമുൻ നസ്റു, നിങ്ങൾ അവരെ സഹായിക്കണം. നിങ്ങൾക്ക് ഫഅലൈക്കും, നിങ്ങളുടെ മേൽ ബാധ്യതയുണ്ട്, അൻ നസ്റു, സഹായിക്കേണ്ട. ഇല്ലാ ഇലാ ഖൗമിൻ, അതുപോലും എങ്ങനെയാകാൻ പാടില്ല, ഇല്ലാ ഇലാ ഖൗമിൻ ബൈനക്കും വ ബൈനഹും മീസാക്കും, നിങ്ങൾക്കും ആ ജനതക്കും ആ നാട്ടിനും അല്ലെങ്കിൽ ആ രാജ്യത്തിനും ഇടയിൽ കരാറ് നിലവിലുണ്ടെങ്കിൽ ഒഴിച്ച്. ഇത് മുസ്ലിം രാജ്യം എന്നല്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നടപ്പാക്കുന്ന രാജ്യമാണെന്ന് വെച്ച് അയലോക്കത്തുള്ള എല്ലാ രാജ്യത്തെയും കടന്നാക്രമിക്കാൻ പറ്റില്ല. അവരുമായിട്ടൊക്കെ സന്ധി ഉണ്ടാകും, രാഷ്ട്രാന്തരീയ ബന്ധങ്ങളുണ്ടാകും, അതൊക്കെ പാലിക്കൽ നിർബന്ധമുണ്ട്. അപ്പോൾ അവിടെ നാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മുസ്ലിമീങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മദീനയിലുള്ള ആൾക്കാർക്ക് അവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ ആ നാട്ടിലെ സർക്കാരുമായിട്ട് നിങ്ങൾക്ക് കരാറുണ്ടെങ്കിൽ ഒഴികെ, കാരണം ആ നാടുമായിട്ട് നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങേണ്ടി വരും. പിന്നെ അതാണ് ഇവിടെ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് വെച്ചിട്ട് മറ്റൊരു മുസ്ലിം രാജ്യത്തിന് ഇവിടെ കടന്ന് ഇടപെടാൻ പറ്റൂലല്ലോ. കാരണം എന്താ സംഭവിക്കുക, അത് വലിയ രാഷ്ട്രാന്തരീയ സംഘർഷങ്ങൾക്ക് ഇടയാക്കും. നമുക്കറിയാലോ, ഇതാണ് ഈ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ സ്വാധീനവും ഇസ്ലാമിൻ്റെ നിയമം നടപ്പാക്കണം എന്ന ആഗ്രഹവുമുള്ള ഒരു രാജ്യം, അവിടുത്തെ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട, മുസ്ലിമീങ്ങളല്ല എല്ലാ പൗരന്മാരുടെയും, മുസ്ലിമീങ്ങളാകണമെന്നൊന്നുമില്ല, പൗരന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇസ്ലാമിക ഗവൺമെൻറ്റിന് ഉണ്ട്. അയൽപക്കത്തുള്ള മുസ്ലിമീങ്ങൾ ഹിജറ വരാൻ ഇവിടെ നാട് വിളിച്ചിട്ട്, നാട് അംഗീകരിച്ചിട്ട് വരാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ട് വരാതെ അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയും അവിടെ ദീനിയായി ജീവിക്കാൻ അവർക്ക് പ്രയാസമുണ്ടാവുകയും ചെയ്താൽ ആ നാടിനെ പിണക്കിക്കൊണ്ട് അവിടുത്തെ സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് സഹായിക്കേണ്ട ബാധ്യതയില്ല. കാരണം അവർക്ക് ഇങ്ങോട്ട് പോരായിരുന്നല്ലോ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനിസ്തൻസ്വറൂക്കും, അവർ നിങ്ങളോട് സഹായം തേടിയാൽ, ഇസ്തൻസ്വറ സഹായം ആവശ്യപ്പെട്ടു എന്ന ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ അഥവാ ദീനിയായി നിലനിൽക്കാൻ ഇവിടെ സാധ്യമല്ലാതെ പ്രയാസപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഫഅലൈക്കും, നിങ്ങളുടെ മേൽ ബാധ്യതയുണ്ട് നസ്റു, സഹായിക്കൽ. അത് സർക്കാരിന് തടസ്സം ഉണ്ടാകാൻ പാടില്ല, അതായത് ആ നാട്ടിലെ സർക്കാരിന് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, വിദേശ നയത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല. അല്ലാത്ത വിധ ആ സർക്കാർ പറയുകയാണ് ഇവരെ നിങ്ങൾ സംരക്ഷിച്ചോളൂ, ഇവർക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഒരു ടൗൺഷിപ്പ് പണിതോളൂ, അവരവിടെ സ്വതന്ത്രമായിട്ട് ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, അതിന് ഇവർ പോകണ്ടേ.
അതൊന്നുമല്ലാതെ സർക്കാരുമായി ഏറ്റുമുട്ടലിലേക്ക് പോകുവോളം കരാറുണ്ടെങ്കിൽ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഫഅലൈക്കുമുൻ നസ്റു, നിങ്ങൾ അവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. ഇല്ലാ അലാ ഖൗമിൻ, ഒരു ജനതയ്ക്ക് എതിരാകാതെ, ബൈനക്കും വ ബൈനഹും, നിങ്ങൾക്കും ആ ജനതക്കും ഇടയിലുണ്ട് മിസാക്കുൻ, കരാറുണ്ട്. അതെന്ത് കരാറാണ്? വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ്, സമാധാന കരാറാണ്. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ പറ്റൂല എന്നുള്ളതാണ് സൂചന. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അത് ഒരു താക്കീത് കൂടിയാണ്. അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബസീറാണ് അവൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ സൂറത്ത് അംഫാലിലെ അവസാനത്തിലേക്ക് എത്തുക. സൂറത്ത് അംഫാൽ അവസാനത്തിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ ഏകദേശം 10 ജുസ്, 10ാമത്തെ ജുസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൽ 1/3 വലിയൊരു ഭാഗ്യമല്ലേ അത്? ഖുർആൻ്റെ കൂടെ ചിലവഴിക്കാൻ അവസരം കിട്ടുക പറഞ്ഞതില്ല. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് തുടരണം. ആളുകൾ കമ്മിയാണ്, വന്നുകൊണ്ടിരുന്നവർ എത്ര താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് സങ്കടമാണ് ചിലപ്പോഴൊക്കെ. ഖുർആൻ അറിയാൻ, ഖുർആൻ പഠിക്കാൻ നമ്മളിവിടെ ആർക്കും ഒരു ചിലവൊന്നുമില്ല. എന്തായാലും സുബൈ നിസ്കരിക്കണമല്ലോ. സുബൈ തെറ്റിണീൻ്റെ മുമ്പ് നീച്ച് നിസ്കരിക്കണ്ടേ? അത് ലേശം കൊണ്ട് നേരത്തെ ഒന്ന് നിസ്കരിക്കാൻ പള്ളിക്കൊക്കെ എത്തിയാൽ ഖുർആനും കേൾക്കാം. ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ്, ഇതൊരു നഷ്ടമാവില്ലല്ലോ. എന്തായാലും നഷ്ടമാവില്ല. ഇത് ലാഭമായിട്ട് നമുക്ക് പരലോകത്ത് ഉണ്ടാകും. അത്തരത്തിൽ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്തുക. ഇന്ന് അവസാന ഭാഗം മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ 2 വട്ടം പറഞ്ഞല്ലോ, ഇവിടെ മാത്രമേ പറയണുള്ളൂ. ഇസ്തൻസറൂക്കും, അവർ നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടാൽ. ഇസ്തൻസറ എന്താ? സഹായം ആവശ്യപ്പെടാൻ. നസറ സഹായിച്ചു, ഇസ്തൻസറ സഹായം ആവശ്യപ്പെട്ടു. അവർ നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടാൽ ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ, ഫഅലൈക്കും നിങ്ങളുടെ മേൽ ബാധ്യതയുണ്ട്, അൻ നസ്റു സഹായിക്കൽ, ഇല്ലാ അലാ ഖൗമിൻ അതൊരു ജനതയ്ക്ക് എതിരാകാത്ത വിധത്തിൽ, ബൈനക്കും ബൈനഹും മീസാക്കും നിങ്ങൾക്കും ആ ജനതക്കും ഇടയിൽ കരാർ നിലവിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കേണ്ട ബാധ്യതയില്ല. അപ്പോൾ അവരുടെ ആഭ്യന്തര കാര്യം അവരാണ് നോക്കേണ്ടത്. ആ സർക്കാരിൻ്റെ സമ്മതത്തോടുകൂടി, അനുവാദത്തോടുകൂടി നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയണം. അതാണ് പറഞ്ഞത് ചുരുക്കം. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതൊക്കെ കാണുന്നവനാകുന്നു. ബസീറൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി എല്ലാ കാര്യത്തിലും പ്രവർത്തന നയങ്ങൾ, നിലപാടുകൾ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.